ഇതൊരു സിനിമ ഒരു കലാപ്രവർത്തനം മാത്രമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അത് ഭാവിയിൽ എങ്ങനെ ആവും എന്നതിന്റെ ഒരു സൂചനയാണിത്. കേരളം പോലൊരു സംസ്ഥാനത്താണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റു സംസ്ഥാനത്തെ സ്ഥിതി എന്തായിരിക്കും? ഇവിടെ ആശയങ്ങളാണ് ജനങ്ങൾ കൈമാറുന്നത്. ആ ആശയങ്ങളിൽ ചില കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലഹരി, അതുപോലെ തന്നെ അക്രമവാസന, ഇതൊക്കെ സിനിമയിൽ പരമാവധി കുറയ്ക്കുക, ഒഴിവാക്കുക. പക്ഷേ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ഒരു സിനിമ എന്ന നിലയിൽ ഒരു കലാപ്രവർത്തനത്തിൽ കാണിക്കുമ്പോൾ അതിന് അസഹിഷ്ണുതയോടെ കാണേണ്ട കാര്യമില്ല. അപ്പോൾ അസഹിഷ്ണുത ഉള്ളവരാണ് ഇത്തരം കാര്യങ്ങളെ എതിർക്കുന്നത്. ഇതിനു മുമ്പ് ചില സിനിമകൾ ഇറങ്ങിയല്ലോ. അന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അങ്ങേറ്റം വിമർശിച്ച സിനിമയെ പറ്റി ആരും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ലല്ലോ, എല്ലാവരും കണ്ടല്ലോ. അപ്പൊ ഇടതുപക്ഷത്തിന്റെ മനസ്സ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒപ്പമാണ്. സംഘപരിവാർ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒപ്പമല്ല. അവര് ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും നമ്മുടെ രാജ്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാണ്. ഇനി മാധ്യമങ്ങളെ പറ്റി ഒരു വേണ്ടി കൂട്ടത്തിൽ പറയാം. ഇപ്പൊ നിങ്ങളെല്ലാവരും തുറന്ന മനസ്സോടുകൂടി BJP ഗവൺമെന്റ് നയങ്ങളെ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യും. എന്താ കാര്യം? പണ്ട് ചോദ്യം ചെയ്യുമായിരുന്നു. നല്ല പത്രമാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് നല്ല ദിശാബോധത്തോടെ പ്രവർത്തിക്കുമായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് കഴിവുണ്ട്, പക്ഷെ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയില്ല. അക്ഷരാർത്ഥത്തിൽ നിങ്ങളും ഭയത്തിന്റെ നിഴലിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഓരോ മേഖലയെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക. അപ്പൊ അതിനെതിരെ പ്രതിരോധിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല കേരളത്തിൽ എന്നതാണ് ഈ സിനിമയെ ജനങ്ങൾ സഹർഷം സ്വീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഭീഷണി വരുമ്പോൾ മുട്ടുമടക്കി 17 ഭാഗം വെട്ടിമാറ്റുന്നവരോടൊന്ന് പറയാം. ഒരു കാരണവശാലും ചോദിക്കാൻ പറ്റില്ല. തന്റെ ഇടത്തോടുകൂടി ആ സിനിമ കേരളത്തിലെ മുഴുവൻ തിയേറ്ററിൽ ഓടിക്കാനുള്ള ധൈര്യം അതിന്റെ നിർമ്മാതാവും അതിന്റെ സംവിധാനം ചെയ്തവരും കാണിക്കണം. അത് അല്ലാതെ കട്ട് ചെയ്യാൻ അതൊക്കെ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. നിർമ്മിച്ച ആള് പറയാം എനിക്ക് ഈ ഭാഗം വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മുടെ ഭാഗമല്ല. പക്ഷെ അത് ചെയ്യാൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇത് കേവലം ഏതെങ്കിലും ഒരു സംവിധായകനോടോ ഒരു നടനോടോ ഉള്ള പ്രശ്നമല്ല. ഒരു കലാപ്രവർത്തനത്തോട് കാണിക്കുന്ന അസഹിഷ്ണുത അത് അങ്ങനെ കണ്ടാൽ മതി. പിന്നെ കേരളത്തിന്റെ മഹാനായ നടനില്ലേ മോഹൻലാൽ, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞല്ലോ, ഏതെങ്കിലും തരത്തിൽ തെറ്റായ ഒരു കാര്യം ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. അങ്ങനെ ചെയ്തിട്ടുള്ള ആളല്ലല്ലോ. മലയാളത്തിലെ എല്ലാവരും സ്നേഹിക്കുന്നു. പൃഥ്വിരാജ് വളർന്നു വരുന്ന ഏറ്റവും നല്ല ഒരു സിനിമാ രംഗത്തെ ഒരു കലാകാരനല്ലേ. അവരൊരു സിനിമ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു സമൂഹത്തെയോ മോശപ്പെടുത്തിയ ഒരു സിനിമ എടുക്കില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ അവർ ഈ സിനിമയിലൂടെ കാണിക്കുന്നു. ആ കാണിക്കുന്നത് നമ്മൾ കാണുക. നമുക്ക് വിഷമുള്ള ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തെ പറ്റി വിമർശനം പറയാം. പക്ഷെ അത് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് പിന്നീട് ആ സിനിമയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് നിലപാട് സ്വീകരിക്കുക, അതൊട്ട് ശരിയായിട്ടില്ല. മാപ്പ് പറഞ്ഞു ഓടി. പക്ഷേ പൃഥ്വിരാജിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പൊ മുഴുവൻ വിമർശനങ്ങളും വരുന്നത്. പൃഥ്വിരാജും അതുപോലെ തന്നെ മോഹൻലാലും ഒക്കെ മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ ആർട്ടിസ്റ്റുകളാണ്. അവര് ഒരു സിനിമ ഇറക്കുമ്പോൾ അവർക്കൊരു വീക്ഷണം കാണും. അതാരെയും വിഷമിപ്പിക്കാനോ മോശപ്പെടുത്താനായിരിക്കില്ല. സിനിമ ഒരു കലയെന്ന നിലയിൽ എല്ലാവർക്കും കാണാനും ആസ്വദിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടെ അവരിറക്കിയത്. ഇത്രയും ഒരു വാഗ്വാദം ഉണ്ടാകേണ്ട യാതൊരു കാര്യമില്ല. ആദ്യം തന്നെ ഈ പറയുന്ന പലരും ഇതിനെ അനുകൂലിച്ചല്ലോ, പിന്നീടല്ലേ അവർ എതിർത്തത്. അപ്പൊ എതിർക്കുമ്പോൾ അതൊരു ആലോചനയുണ്ട്. തെറ്റ് ചെയ്യാത്തവരെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പൊ തെറ്റ് ചെയ്തവർക്കാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത്.